ഹായ് എവ്രി വൺ, വെൽക്കം ടു AZB അക്കാഡമി. കേരള PSCയുടെ വരാനിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതിൽ നമ്മുടെ ബയോളജി അല്ലെങ്കിൽ മാത്സ് +2 പഠിച്ചവർക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ സിലബസ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ബേസിക് ഡയറി സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ്. അതിൽ ഫിസിക്സ് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 20 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. കെമിസ്ട്രി 20 ക്വസ്റ്റ്യൻ ആയിരിക്കും, 20 മാർക്കായിരിക്കും കെമിസ്ട്രിക്ക് വരുന്നത്. ബോട്ടണി 10 ക്വസ്റ്റ്യൻ 10 മാർക്കിനായിരിക്കും വരുന്നത്. സുവോളജി 10 ക്വസ്റ്റ്യൻ 10 മാർക്കിനായിരിക്കും വരുന്നത്. എഗൈൻ മാത്തമാറ്റിക്സ്, മാത്സ് 20 ക്വസ്റ്റ്യൻ 20 മാർക്കിനായിരിക്കും വരുന്നത്. അതുപോലെ ബേസിക് ഡയറി സയൻസ്, അതാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. 20 ക്വസ്റ്റ്യൻ 20 മാർക്കിനായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിസിക്സ്, മാത്സ്, ബയോളജി ഇതെല്ലാം എങ്ങനെയായിരിക്കും NCERT അതായത് +1 +2 ബേസിസിലായിരിക്കും ചോദിക്കുന്നത്. ഇതിൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ഡയറി സയൻസ് ആണ്. ഇനി ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ടോപ്പിക് വൈസ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫിസിക്സിൽ ആദ്യം ഫസ്റ്റ് നമുക്ക് ഫിസിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഫോഴ്സ് ഇൻ നേച്ചർ 1 മാർക്കിനാണ് ചോദിക്കുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് 1 മാർക്കിനായിരിക്കും. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അതും 1 മാർക്കിനാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ 1 മാർക്കിനാണ്. ലോസ് ഓഫ് മോഷൻ അതും 1 മാർക്കിനാണ്. വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന യൂണിറ്റിൽ 1 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അതുപോലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഇതും എങ്ങനെയാണ് 1 മാർക്ക് തന്നെയാണ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എഗെയിൻ 1 മാർക്ക്. ഓസിലേഷൻസ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, current electricity, magnetic effect of current and magnetism, electromagnetic induction, alternating current and AC generator, ray optics and wave optics, dual nature of matter and radiation, atomic nuclei, semiconductors. അങ്ങനെ ടോട്ടൽ 20 മാർക്കിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫിസിക്സ് ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത കെമിസ്ട്രിയിലേക്ക് പോവാം. കെമിസ്ട്രിയിൽ എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം, ആദ്യം പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എല്ലാം തന്നിട്ടുണ്ട്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം 1 മാർക്കാണ് ഇതിൽ നിന്നും ചോദിക്കുന്നത്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഇതിൽ നിന്നും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തെർമോഡൈനാമിക്സ് 1 മാർക്കാണ് തെർമോഡൈനാമിക്സിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നും 2 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇക്വിലിബ്രിയത്തിൽ നിന്നും ചോദിക്കുന്നത്. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നും 2 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും എഗെയിൻ 2 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് 2 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് 3 മാർക്കാണ് ഈ ഒരു പോർഷനിൽ നിന്നും ചോദിക്കുന്നത്. 3 മാർക്കായിരിക്കും ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസിൽ നിന്ന് ചോദിക്കുന്നത്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എഗെയിൻ 2 മാർക്കിനായിരിക്കും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത്. ബയോമോളിക്യൂൾസിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കെമിസ്ട്രിയുടെ പോർഷനാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്നത്. ടോട്ടൽ 20 ക്വസ്റ്റ്യൻ 20 മാർക്കായിരിക്കും ഈ ഒരു കെമിസ്ട്രി പോർഷനിൽ നിന്നും ചോദിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും കണ്ടു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ടണി ആണ്. 10 മാർക്കിന് 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ നിന്ന് ചോദിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ 2 മാർക്കിനായിരിക്കും അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ 2 മാർക്കാണ്. എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് 2 മാർക്കാണ്, അത് 1 മാർക്കാണ്. എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് 1 മാർക്കാണ്. ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് 1 മാർക്കാണ് വരുന്നത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് 1 മാർക്കായിരിക്കും വരുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് അത് 2 മാർക്കിനാണ് ചോദിക്കുന്നത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ് അതും 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ 1 മാർക്കിനായിരിക്കും അതിൽ നിന്നും ചോദിക്കുന്നത്. പ്ലാൻ ഫിസിയോളജി 2 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 20 മാർക്കിനായിരിക്കും നമ്മുടെ ബോട്ടണിന്നും സുവോളജിന്നും കൂടി ചോദിക്കുന്നത്. അടുത്തതായിട്ട് ബോട്ടണിയിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റീപ്രൊഡക്ഷനിൽ നിന്നും 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അതും 2 മാർക്കിനാണ് ചോദിക്കുന്നത്.
അതിൽ 2 ചാപ്റ്റർ വരുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ബയോടെക്നോളജി, ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ. അങ്ങനെ 2 ചാപ്റ്ററിൽ നിന്നായിരിക്കും 2 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എക്കോളജി ആൻഡ് എൻവയൺമെന്റ്, അതിൽ എന്താണ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. എക്കോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. 2ൽ നിന്നും കൂടി 1 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തതായിട്ട് ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് ആണ്. 1 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൽ 2 ചാപ്റ്ററാണ് നമ്മൾ പഠിക്കേണ്ടത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നും പ്ലാൻ കിങ്ഡം എന്നുമുള്ള 2 ചാപ്റ്റർ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് 1 മാർക്കിനായിരിക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഇങ്ങനെ 2 ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഇതിൽ പഠിക്കേണ്ടി വരുന്നത്. അതുപോലെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, ഇതിൽ നിന്നും 1 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെൽ തിയറി ആൻഡ് സെൽ ആസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും ആണ് ഇതിൽ നോക്കേണ്ടത്. പ്ലാൻ ഫിസിയോളജി 2 മാർക്കിനാണ് ചോദിക്കുന്നത്. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 3 ചാപ്റ്റർ ആണ് ഇതിൽ പഠിക്കേണ്ടി വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സുവോളജി എങ്ങനെയെന്ന് നോക്കാം. സുവോളജിയിൽ പറയുന്നത് റീപ്രൊഡക്ഷനിൽ നിന്നും 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ജനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, അതിൽ നിന്നും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ, അത് 1 മാർക്കിനാണ് ചോദിക്കുന്നത്. എക്കോളജി ആൻഡ് എൻവയൺമെന്റ് പ്ലാൻസ്, അതിൽ നിന്നും 1 മാർക്കായിരിക്കും ചോദിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ്, അത് എത്രയായിരിക്കും? 1 മാർക്കിനായിരിക്കും. സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, അതിൽ നിന്നും 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്നും 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഇനി അങ്ങനെ ടോട്ടൽ 10 മാർക്കിനായിരിക്കും സുവോളജിയിൽ നിന്ന് ചോദിക്കുന്നത്. 10 മാർക്കിനായിരിക്കും ബോട്ടണിയിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി നമുക്ക് മാത്സ് നോക്കാം. മാത്സിൽ ഏതൊക്കെയാണ് ടോപ്പിക്ക് വരുന്നത്? മാത്സിൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻ 20 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. മാത്സിൽ സെറ്റിൽ നിന്ന് 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ 2 മാർക്ക്. ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ബൈനോമിയൽ തിയറം 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. സീക്വൻസസ് ആൻഡ് സീരീസസ് 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻസ് 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ടോട്ടൽ 20 മാർക്കിനായിരിക്കും മാത്സിൽ നിന്നും വരുന്നത്. ഇനി നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ഡയറി സയൻസ്, എങ്ങനെയാണ് ഡയറി സയൻസിൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം, അതിൽ നിന്ന് 2 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മിൽക്ക് പ്രൊഡക്ഷൻ, അതിൽ നിന്നും 5 മാർക്കായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ 5 മാർക്കിന്റെ മറ്റൊരു ചാപ്റ്റർ ആണ് മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഡയറി പ്രോഡക്ട്സ് ആൻഡ് ടെക്നോളജി, അതിൽ നിന്നും 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻ ഡയറി ഇൻഡസ്ട്രി, അതിൽ നിന്ന് 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഈ രീതിയിൽ ഡയറി സയൻസിൽ നിന്നും 20 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഡയറി സയൻസ്, ഇങ്ങനെ വരുന്ന ഇത്രയും ടോപ്പിക് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി AIZB അക്കാഡമി ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.